ജീവിതം ഒരു ക്യാരംസ് കളി പോലെ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഒരിക്കൽ ഒരാൾ പറഞ്ഞു. എന്താണ്? ഓരോ പ്രാവശ്യവും കുഴിയിൽ വീഴുന്തോറും നാം ജയത്തിലേക്ക് അടുക്കുമായിരുന്നു. ക്യാരംസ് കളിയിൽ അങ്ങനെയാണല്ലോ, കുഴിയിൽ വീഴുന്തോറും ജയം വരികയാണ്. ഇതുപോലെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളെല്ലാം, വീഴ്ചകളെല്ലാം, തകർച്ചകളെല്ലാം ജയമായിരുന്നെങ്കിൽ അത് യേശുവിനെ വിശ്വസിച്ച് കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഓരോരുത്തർക്കും ജീവിതം അങ്ങനെ തന്നെയാണ്. ദൈവമറിയാതെ ഒരു വീഴ്ചയില്ല, ദൈവമറിയാതെ ഒരു പരാജയമില്ല, ദൈവമറിയാതെ ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. എല്ലാ അഗ്നിപരിശോധനയിലും വരുന്ന അപൂർവ കാര്യങ്ങളെല്ലാം നന്മയ്ക്കാകും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, വേദപുസ്തകം എവിടെ വായിച്ചാലും ദൈവത്തിന് വേണ്ടി നിന്നവരെല്ലാം കടന്നുപോയ വീഴ്ചകളും തകർച്ചകളും എല്ലാം അവർക്ക് ജയമായി മാറി. ദൈവം അവരുടെ തകർച്ചകളെയെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. ദൈവം അവരുടെ വിലാപങ്ങളെ നൃത്തമാക്കി. അവരുടെ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും ആനന്ദ തൈലവും ഒക്കെ അവർക്ക് പകർന്നു കൊടുത്തതായിട്ടാണ് നാം എല്ലാവരുടെയും ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ജയമാണ്. യേശുവിൽ വിശ്വസിച്ചതുകൊണ്ടും യേശുവിനോട് അടുത്തതുകൊണ്ടും നമുക്കിനി പരാജയപ്പെടാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് അപ്പുറമുള്ള ഒരു രക്ഷ എന്നുള്ള തെറ്റിദ്ധാരണകളാണ്. അത് ഉറപ്പാണ്. ഈ ഭൂമിയിൽ ഏതെല്ലാം സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരണം, വെന്റിലേറ്ററിൽ നിന്നും, ICUയിൽ നിന്നും, കടക്കണികളിൽ നിന്നും, മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും, ഒറ്റപ്പെടലുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്ന് എല്ലാം പുറത്തു വരും. അപ്രതീക്ഷിതമായി കടന്നു വന്ന കൊടുങ്കാറ്റുകളിൽ നിന്ന് പുറത്തു വരും. ആർക്കുമില്ലാത്ത വ്യതകൾ അതിൽ നിന്ന് പുറത്തു വരും. എന്നിട്ട് ദൈവം ലോകത്തെ കാണിച്ചു കൊടുക്കും, ഇതുപോലെ നിങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. യോബിൻ്റെ സഹിഷ്ണുത നാം അറിയുന്നുവല്ലോ എന്ന് യാക്കോബ് എഴുതിയിരിക്കുന്നു. യാക്കോബ് എന്തുകൊണ്ടത് പറഞ്ഞത്? യോബ് അതുപോലെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, അതവന് നന്മയായി. ഇതുപോലെ ഇത് കാണുന്ന കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന് നല്ലവനായ യേശു കർത്താവിനെ ആരാധിക്കാം. യേശുവേ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനീർ പുഷ്പം അവൻ
തീയേ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 20 കഴിഞ്ഞാൽ 21 അധ്യായം കഴിഞ്ഞാൽ പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം തീർന്നു. നാളുകളായി നമ്മളിത് തുടങ്ങിയിട്ട്. മനോഹരമായ വെളിപ്പാടിൻ്റെ കലവറയാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇന്ന് നമ്മൾ 20-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിലെത്തി. കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു, ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് വിരലിടാതെ അല്ലെങ്കിൽ കൈയിടാതെ, അവൻ്റെ കൈയുടെ ദ്വാരത്തിൽ വിരലിടാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. യേശു 8 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തോമാസ് ഉള്ളപ്പോൾ ശിഷ്യന്മാരുടെ നടുവിൽ വന്നു. എന്നിട്ട് തോമാസിനോട് പറഞ്ഞ്, കൈ കാണിച്ചിട്ട് പറഞ്ഞു വിരലിടാൻ പറഞ്ഞു. വിലാപ്പുറം കാണിച്ചിട്ട് പറഞ്ഞ് കൈയിടാൻ പറഞ്ഞു. തോമസ് ഇട്ടില്ല, കൈയിടേണ്ട ആവശ്യമില്ല. അവൻ കണ്ടപ്പോഴേ അവന് വിശ്വാസമായി. എന്നിട്ട് യേശു അതിന് മറുപടി പറയുന്നുണ്ട്. 29 യേശു അവനോട്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയും. അത് നമ്മെക്കുറിച്ചാണ്. നമ്മളിത് ഇന്ന് വരെ യേശുവിനെ കൈയിൽ ദ്വാരമായും വിലാപ്പുറം കുത്തി തുറന്നതായിട്ടും യേശുവിന് ഇന്ന് വരെ കണ്ടവർ വല്ലവരൊക്കെ ഉണ്ടായിരിക്കാം. ഈ കാലത്ത് സാധു സുന്ദർ സിംഗ് യേശുവിനെ എപ്പോഴും കാണുമായിരുന്നെന്നും, കെന്നത്ത് ഹേഗിൻസ് എന്ന ദൈവദാസൻ എപ്പോഴും തൻ്റെ വീട്ടിലേക്ക് യേശു കടന്നു വരുമ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നെന്നും, DGS ദിനകരൻ്റെ മുറിയിൽ യേശു ഇറങ്ങി വന്ന് പലപ്പോഴും യേശു തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അവസ്ഥകളും ഉണ്ടായിരുന്നെന്നും, ഇങ്ങനെ ലക്ഷക്കണക്കിന് ദൈവദാസന്മാരിൽ വിരലിൽ എണ്ണാകുന്നവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം അവർ അതില്ലാതെ ഇനി മുന്നോട്ടില്ലെന്ന് അവരങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതൊക്കെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എങ്കിൽ നമ്മളൊരു അവിശ്വാസിയാണ്. നമുക്കിത് കാണേണ്ട ആവശ്യമില്ല. യേശു ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ യേശുവിന് ഇതുപോലെയൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം പൗലോസ് യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടവർക്ക് വലിയ ഒരു എൻകൗണ്ടറാണ്. ജീവിതം അതോടെ മാറും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കണം. കർത്താവ്, എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് നിന്നെ ഒന്ന് നിൻ്റെ ആ തേജസ്സിൽ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ അത് കാണിച്ചു തരാൻ അത് കർത്താവ് വിശ്വസ്തനാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾക്ക് കാണുകയൊന്നും വേണ്ട, പോരാ, ഒരു വലിയ ആഗ്രഹം വേണം. കർത്താവ്, എനിക്കൊന്ന് കാണണം. മോശ പറഞ്ഞു, കർത്താവ്, എനിക്ക് നിൻ്റെ മുഖം ഒന്ന് കാണണം. എപ്പോഴും ആ തേജസ്സിൽ ഇരിക്കുമ്പോഴാണ്, ആ അനുഭവം ഉള്ളവർക്കാണ് അടുത്തതൊന്നും കൂടി കാണണം. ആ ഗ്ലോറി കണ്ടു, ശബ്ദം കേട്ടു, പോരാ, എനിക്കൊന്ന് കാണണം. ദൈവം ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. നീ ആ പാറയുടെ പിളർപ്പിലോട്ട് കയറി നിൽക്ക്, ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകു ഭാഗം കാണാം. അവൻ്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ മറുരൂപ മലയിലേക്ക് 3 ശിഷ്യന്മാരെ കൊണ്ടുപോയ കൂട്ടത്തിൽ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടപ്പോൾ അവർ കാണുന്ന കാഴ്ച, അവിടെ മോശയുണ്ട്, ഏലിയാവുണ്ട്, യേശുവുണ്ട്. അവർ 3 പേരൂടി സംസാരിക്കുന്നു. മോശ കനാനിൽ കാലുകുത്തിയില്ല, വാഗ്ദത്ത ദേശത്ത് കാലുകുത്തിയില്ല. 1. 2, യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടില്ല, പുറമേ കണ്ടുള്ളൂ. അപ്പോൾ 2 കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം. അവൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ നീ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. മോശെ, നീ ജനത്തെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, പാലും തേനും ഒഴുകുന്നു. അതായിരുന്നു ദൈവം എന്നെ അതിനാണ് ആക്കിയത്. അവൻ്റെ ദൗത്യമായിരുന്നു, അവൻ പോകണമായിരുന്നു, പോയില്ല. 2, ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, മുഖം കണ്ടില്ല. ഇത് 2നും മറുപടി ഇതാ ഒറ്റ സമയം കൊണ്ട് കൊടുക്കുകയാണ്. കനാനിൽ മോശ കാലുകുത്തുന്നു, യേശുവിൻ്റെ തേജസ്സിൽ യേശുവിനെ കാണുന്നു. ഒരു മനുഷ്യനായിട്ടൊക്കെ യേശുവിനെ കണ്ടാൽ
പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പോലെ കണ്ടാലൊന്നും മോശ അടുക്കൂല ആ കാര്യത്തിൽ. അങ്ങനെയൊന്നും കണ്ടാലൊന്നും മോശയ്ക്ക് പറ്റില്ല. മോശയ്ക്ക് ആ ഗ്ലോറിയിൽ കാണണം. സീനായി മല പുകയുന്നു, ഹോരേബ് എന്ന മല പുകയുന്നു. ഇപ്പോൾ പർവ്വതം ഇങ്ങനെ കത്തുന്ന കാഴ്ച കണ്ടിട്ട് ജനങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ട് ചെവി പൊത്തിയിട്ട് പറഞ്ഞു, മോശേ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ചെവി പൊത്തി പേടിച്ചു. ഇതെല്ലാം നേരിട്ട് ലൈവായിട്ട് നടന്ന കാര്യങ്ങൾ. ഈ പർവ്വതത്തിൻ്റെ മുകളിലെ ആ വലിയ തീച്ചൂളക്കകത്തിരുന്ന മോശയ്ക്ക് ആ അനുഭവത്തിൽ കണ്ടാലേ യേശുവിനെ അതുപോലെ മനസ്സിലാകും. ചിലർ ആ എക്സ്പീരിയൻസിലൂടെ പോയവരാണ്. അതുകൊണ്ടാണ് യേശുവിനെ അവനെ ഒന്ന് ബലപ്പെടുത്തണം, മോശയെ ഒന്ന് ബലപ്പെടുത്തണം. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറഞ്ഞ മോശയേക്കാൾ വലിയവൻ. യേശു തന്നെ പറഞ്ഞു, ശലോമോനേക്കാൾ വലിയവൻ, ജ്ഞാനികളേക്കാൾ ജ്ഞാനി, മോശയേക്കാൾ വലിയവൻ. ഓ, ഞങ്ങൾക്ക് മോശയുണ്ട് എന്ന് പറഞ്ഞവരോട് യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ മോശയേക്കാൾ വലിയവൻ, അവൻ മോശയുടെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുകയാണ്. മരിച്ചുപോയ ഒരുവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് കനാനിൽ കാലുകുത്തിച്ച് പ്രാർത്ഥനയ്ക്ക് മുഖം കാണണമെന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാം. പിതാവിൻ്റെ ഏകജാതനായിരുന്നവൻ അവൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കും തോറും നമ്മുടെ ജീവിതം എത്ര ധന്യമാകും. എനിക്കൊന്ന് കാണണം. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കാണാതെ വിശ്വസിക്കുന്നവർ. നമുക്ക് കാണാതെ യേശുവിന് വിശ്വാസമാണ്. യേശുവിനെ കണ്ടിട്ടല്ല നമ്മൾ സ്നാനപ്പെട്ടത്. യേശുവിനെ കണ്ടിട്ടല്ല നമ്മൾ പാപത്തെ ഉപേക്ഷിച്ചത്. യേശുവിനെ കണ്ടിറങ്ങിയതല്ല, വിശ്വസിച്ചിറങ്ങിയവരാണ്. അതിൻ്റെ അർത്ഥം കാഴ്ചയേക്കാൾ ശക്തിയാണ് വിശ്വാസത്തിന്. കാഴ്ചയേക്കാൾ വലിയതാണ്. അതെന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. യേശുവിനെ നമ്മൾ ആശിച്ചതാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യം. യേശുവിൻ്റെ ക്രൂശ് മരണം കണ്ടില്ല, യേശുവിൻ്റെ ഉയർപ്പ് കണ്ടില്ല. ഇതെല്ലാം കണ്ടവരായിരുന്നു ശിഷ്യന്മാർ. ആ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു. അതായത് ദൈവവചനത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവരാണ് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടവർ. കാണാതെ വിശ്വസിച്ചവർ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറഞ്ഞത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ മോശയുടെയും പ്രവാചകന്മാരുടെയും ചരിത്രം മുഴുവൻ നിരത്തിയിട്ട് മോശയും പ്രവാചകന്മാരും പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് വിളിച്ചത്. ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയക്കണേ. അവിടെ ചെന്നപ്പോൾ അവന് ഭയങ്കര വിശ്വാസമായി. നല്ല സമയം കഴിഞ്ഞു പോയി. എന്താണ്? ലാസർ ചെന്നാൽ അവർ ഈ യാതനാ സ്ഥലത്ത് വരില്ല. അവന് വിശ്വാസമായി. അപ്പോൾ അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്നാൽ അവൻ വിശ്വസിക്കും. അപ്പോൾ അതിന് അബ്രഹാം പിതാവ് പറഞ്ഞത്, മോശയും പ്രവാചകന്മാരെയും വിശ്വസിച്ചില്ലെങ്കിൽ, മോശയെയും പ്രവാചകന്മാരും പറയുന്നതും വിശ്വസിച്ചില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വചനം വിശ്വസിക്കുന്നതാണ്. അതാണ് കാണാതെ വിശ്വസിക്കുന്നത്. മോശയും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും യേശു കർത്താവും എല്ലാം പറഞ്ഞത് കാണാതെ വിശ്വസിച്ചവർ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ബൈബിളിൽ പറയുന്നതെല്ലാം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് അതിന് ആമേൻ പറയാമെങ്കിൽ അവിടെയാണ് നമുക്ക് വിടുതൽ നടക്കുന്നത്. ബൈബിളിൽ പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാം. ബൈബിളിൽ പറയുന്നതെല്ലാം അതുപോലെ സ്വീകരിക്കാം. എത്ര പേര് എന്നോട് ചേർന്ന് പറയും, ബൈബിളിൽ പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, ആമേൻ. ബൈബിൾ എപ്പോഴും തുറക്കുമ്പോൾ ഈ വായിക്കുന്ന ഭാഗം ദൈവവചനമായതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു, ആമേൻ എന്ന് പറയണം.
ബൈബിളിൽ പറയുന്നതെല്ലാം എഴുതിയത് പരിശുദ്ധാത്മാവായതുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഈ വചനങ്ങൾ ഗ്രഹിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം കൃപ എനിക്ക് തരണേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ബൈബിൾ വായിക്കുക. അത് നമ്മുടെ വിശ്വാസത്തെ വളരെ 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 ചൈതന്യമുള്ളതാക്കി മാറ്റും. എല്ലാവരെയും അതിനായിട്ട് കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, അസാധാരണമായ സൗഖ്യമുണ്ടാകട്ടെ, അസാധാരണമായ സമാധാനമുണ്ടാകും. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ഇവർ നിറയട്ടെ. ഇവരുടെ വീടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്രത്യക്ഷതയുണ്ടാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം മുറികളിൽ പ്രാർത്ഥനാ നേരങ്ങളിൽ ഇറങ്ങി വരുന്നത് ഒരു സാധാരണ സംഭവമായി ഈ മക്കൾക്കും ഞങ്ങൾക്കും ഉണ്ടാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, പ്രത്യേകമായ ചില അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകമായ എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ കാണാനും അനുഭവിക്കാനും ഇതാ തയ്യാറായിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നാളെയും നമുക്ക് ഒരുമിച്ച് കൂടി വരാം. ഗോഡ് ബ്ലെസ് യു.